പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം IPL ചരിത്രത്തിൽ ആദ്യമായി RCB ഇന്നലെ കിരീടം നേടുകയുണ്ടായി. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മോശമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് കാരണം കൊണ്ട് തന്നെ ആരാധകർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരുപാട് ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിനെ ചീത്ത വിളിക്കുകയും ഉണ്ടായി. ഒരു ആരാധകൻ അഭിക് ചാറ്റർജിയെയും അതുപോലെ തന്നെ നിഖിലിനെയും എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് ട്വിറ്ററിൽ ഒരു കമന്റ് ഇട്ടിരുന്നു. RCB വരെ കപ്പടിച്ചുവെന്നും ഇനി നിങ്ങളെങ്ങാനും കപ്പടിക്കുമോ എന്നായിരുന്നു ആ ഒരു കമൻറ്റിൽ ആ ഒരു ആരാധകൻ പറഞ്ഞിരുന്നത്. അതിനോടൊപ്പം തന്നെ അവിടെ ഒരു മോശമായിട്ടുള്ള വേർഡും അദ്ദേഹം യൂസ് ചെയ്തിരുന്നു. ആ ഒരു കമൻറ്റിനെതിരെ അഭിക് ചാറ്റർജി പ്രതികരിക്കുകയും അതിനുശേഷം അദ്ദേഹം ട്വിറ്റർ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുകയായിരുന്നു. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ക്വാമി പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് പോയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരമായിട്ട് പുതിയൊരു സ്ട്രൈക്കറിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആരാധകരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് സെർജിയോ കാസ്റ്റലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തേക്കുമെന്നായിരുന്നു. സെർജിയോ കാസ്റ്റലുമായി കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്ട് വരെ എത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് പരിക്കുകളായിരുന്നു താരത്തിന് തുടർച്ചയായി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ താരം മെഡിക്കലിൽ പരാജയപ്പെടുമോ എന്നുള്ളത് സംശയം തന്നെയായിരുന്നു. മാർക്കസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് താരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ എഗ്രിമെന്റ് വരെ എത്തിയെങ്കിലും താരത്തിന്റെ മെഡിക്കലിൽ ബ്ലാസ്റ്റേഴ്സ് സംതൃപ്തരല്ല. അതുകൊണ്ട് തന്നെ ഇനി സെർജിയോ കാസ്റ്റലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചേക്കില്ല എന്ന് മാർക്കസ് ഏതാണ്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട്. സെർജിയോ കാസ്റ്റലിനെ പോലെ എപ്പോഴും ഇഞ്ചുറി വരുന്ന ഒരു താരത്തിനെ സൈൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ നോക്കുന്നതായിരിക്കും. എന്തായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സ്ട്രൈക്കറിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായി ടീമിലേക്ക് എത്തിച്ച ഒരു താരമായിരുന്നു അമീർ റെനവാഡെ. ആ ഒരു സൈനിങ്ങുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റല്ല ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. കാറ്റലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അമീനെ പോലത്തെ മികച്ചൊരു ഫുൾ ബാക്കിന് ടീമിൽ നല്ലൊരു ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കും. ഡിഫൻസിൽ ഒരു ഉറപ്പ് നൽകാൻ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹത്തിന്റെ എനർജി കേരള ബ്ലാസ്റ്റേഴ്സിന് അറ്റാക്കിങ്ങിൽ ഒരു എക്സ്ട്രാ എഡ്ജ് നൽകാൻ സാധിക്കും. എന്നിരുന്നാലും വലിയൊരു ആകാംക്ഷയോടെ തന്നെയാണ് കോച്ച് അമീർ റെനവാഡയെ ഉറ്റുനോക്കുന്നത്. കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.